വളരെ പെട്ടെന്ന് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും. ഉമേഷ്, ഇതിന്റെ മറ്റൊരു കാര്യം ഇരുകൂട്ടർക്കും അത് ഗുണകരമാകും എന്നുള്ളത് തന്നെയാണ്. കാരണം ആ രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം എറണാകുളം തുടങ്ങിയ ഈ മധ്യ മേഖലയിലൊക്കെ തന്നെ BJPക്ക് NDAക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്നതിൽ സംശയമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ആ രീതിയിൽ പോകുമ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള 2020യുമായി ഒരു ധാരണയിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ കുറച്ചുകൂടി സ്വാധീനമുണ്ടാക്കാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക, അത് തന്നെ ലക്ഷ്യമിടുന്നു. 2020യെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷിച്ചത്ര നേട്ടം ഇത്തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു പാർട്ടിക്കൊപ്പം നിൽക്കുന്നു. വികസനം തന്നെയാണ് NDAയുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കുന്നു എന്നാണ് സാബു M ജേക്കബിന്റെ ഒരു പ്രതികരണം അതിൽ നിന്ന് വന്നത്. അപ്പോൾ ആ രീതിയിലാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇരു കൂട്ടരുടെയും ലക്ഷ്യം എന്നുള്ളതാണ്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ, അതായത് UDF നേതാക്കൾ അടക്കമുള്ളവർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിസ്മയങ്ങൾ ഉണ്ടാകും, UDFന്റെ അടിത്തറ വിപുലീകരിക്കുമെന്നുള്ളതാണ്. ആ UDFന്റെ അടിത്തറ വിപുലീകരിക്കുന്നതിൽ അവർ കണ്ണുവച്ചിരുന്ന, അല്ലെങ്കിൽ അവർ പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിരുന്ന ഒരു പാർട്ടി 2020 ആയിരുന്നു. 2020 ഇതുവരെ ഒരു മുന്നണിയുടെയും ഭാഗമായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2020യെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മധ്യ കേരളത്തിൽ UDFനാണെങ്കിലും കൃത്യമായ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ BJP NDA ഉൾപ്പെടുന്ന NDA സഖ്യത്തിലേക്ക്, NDA മുന്നണിയിലേക്ക് ഇപ്പോൾ 2020 മാറിയിരിക്കുന്നു. 2020യുമായി ധാരണ പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ എത്ര നിയമസഭാ സീറ്റുകളിൽ ഇനി മത്സരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും വ്യക്തമല്ല. എങ്കിലും NDA സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിൽ ഒരു സ്വാധീനം ചെലുത്താനും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കുന്നത്തനാട് ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് ഒരു വലിയ രീതിയിലുള്ള സ്വാധീനം ഉൾപ്പെടുത്താനും, കുന്നനാട് അടങ്ങുന്ന നിയമസഭാ നിയോജക മണ്ഡലം അടക്കം ഒരുപക്ഷെ വിജയിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ 2020ക്കുണ്ട്. ഈ കഴിഞ്ഞ ഈ ഏറ്റവും സമീപത്ത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്വാധീനം, അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ എണ്ണം 2 കുറഞ്ഞു എങ്കിൽ പോലും മധ്യ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അവർ മുന്നോട്ട് വെച്ച അവരുടെ രാഷ്ട്രീയത്തിൽ അവർ 10 വർഷം അവർക്ക് തുടർച്ചയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അതായത് CPMനെയും കോൺഗ്രസിനെയും ഒരുപോലെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയായിരിക്കണം ഒരുപക്ഷെ NDAയിലേക്ക് ഇപ്പോൾ സാബു M ജേക്കബിനെയും 2020യെയും എത്തിക്കാൻ കാരണമായിരിക്കുന്നത്. 2020 മധ്യ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ എന്തായാലും NDAക്ക് ഒരു മുതൽക്കൂട്ടാകും. അത് അവർക്ക് കൃത്യമായി വോട്ട് ബാങ്ക് ഉള്ള പാർട്ടിയാണ്. പ്രാദേശിക പാർട്ടിയാണെങ്കിൽ പോലും കൃത്യമായ സ്ഥിരമായി നിന്നു പോകുന്ന, അതിൽ അവരുടെ ഫീസർ ഫണ്ടിന്റെ ചെലവഴിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടവരുടെ കിറ്റക്സിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ടവരുടെ അലിഗേഷനും ആരോപണങ്ങളും എല്ലാം പറയുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ വോട്ട് ബാങ്ക് കഴിഞ്ഞ 10 വർഷമായി നിലനിർത്തി പോകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ NDAയുടെ ഭാഗമായി ഇപ്പോൾ NDAയുടെ ഭാഗമാകാൻ ഇപ്പോൾ 2020 തീരുമാനിച്ചിരിക്കുന്നത്. ഉമേഷ് പറഞ്ഞ ഒരു കാര്യം അത് തന്നെയാണ്. അതിന്റെ ഒരു കിഴക്കമ്പലം പ്രദേശത്തൊക്കെ നമ്മൾ ചെന്നാൽ പല ആളുകളും ആ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് 2020യെ കുറിച്ച് സംസാരിച്ചിരുന്നത്. തമ്മിൽ ബൈ SKN ഇന്ന് ആരംഭിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:15 24-ൽ.